വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി വെച്ചാൽ ഞാൻ ജിമ്മിൽ പോകാൻ റെഡി ആവാണ്. അപ്പോൾ റെഡി ആവുന്നതിന് മുമ്പേ ഒരു 1 hour ഹാഫ് ആൻ അവർ മുമ്പേ ഞാൻ എന്തായാലും എൻ്റെ പ്രീ വർക്കൗട്ട് ഫുഡ് എടുക്കാറുണ്ട്. എന്നാലേ നമുക്ക് ചെയ്യാനൊരു കിട്ടുള്ളൂ. അപ്പം വർക്കൗട്ട് ചെയ്യാൻ മുമ്പേ ഞാൻ ഇന്ന് എടുക്കുന്നത് നമ്മുടെ ഷുഗർ ഫ്രീ പീനട്ട് ബട്ടറും പിന്നെ അതേപോലെ വീറ്റ് ബ്രെഡുമാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കഴിക്കാൻ വെച്ച്. എനിക്കിതങ്ങനെ അപ്പാട് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഈ കുറച്ചൊന്ന് ടോസ്റ്റ് ചെയ്യുമ്പോൾ ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആവും. അതുകൊണ്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അപ്പൊ പാന് കഴുകി അടുപ്പത്തേക്ക് വെക്കുവാണ്. അന്ന് ചൂടായിട്ട് നമുക്ക് ഇത് വെക്കാം. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമില്ലാന്ന് എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞു തരാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ വ്ളോഗ് ഇടാത്ത, എന്താ വീഡിയോസ് ഒന്നും ഇടാത്ത, ഡെയിലി വ്ളോഗ് ഇടാത്ത എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഡെയിലി ഞാനുള്ളത് ദുബായിലാണ് ഉള്ളത്. അപ്പൊ ദുബായിൽ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളൂ. ലൈക്ക് ഒരു 3 months ആയിട്ടുള്ളൂ ഞാൻ ഇവിടേക്ക് വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആയിട്ടൊന്നും ഒത്തിരി സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. നാട്ടിൽ ഞാനിങ്ങനെ പാറി പറന്ന് നടന്നിട്ട് ഇവിടെ വന്നിങ്ങനെ ഒന്ന് സെറ്റായിട്ട് വരുവാണ്. ഇവിടുത്തെ ക്ലൈമറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാം കൊണ്ടും ഞാൻ സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഷെയറിങ് ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കിച്ചൺ എന്ന് പറയുന്നത് ഷെയറിങ് ആണ്, കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഈ ഈവനിങ് ടൈമിൽ ആരുമില്ല. എനിക്ക് പണിയൊന്നും ആവാത്തതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം അതുവരെ ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് എടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പം നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ 2 പീസ്, ഫസ്റ്റ് പീസ് ഇതാണ്, അത് വേണ്ട. 2 പീസ് എടുത്ത് വെക്കാം. 1 പീസ് കഴിച്ചാൽ മതി. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ 2 പീസ് കഴിക്കാം. പിന്നെ എല്ലാരും ചോദിക്കും ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ, ഇത്ര കഴിച്ചാൽ മതിയോ, ഇത്ര റൈസേ കഴിക്കുന്നുള്ളൂ, ഞാൻ ഫോട്ടോസ് ഇടാറുണ്ട്. ഞാൻ കഴിക്കുന്ന എല്ലാ ഫുഡുകളുടെയും ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് കഴിച്ചാൽ വിശപ്പ് മാറുമോ, ഇത്രയും ചോറേ കഴിക്കാറുള്ളൂ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് റിയൽ കാരണം അല്ലെങ്കിൽ കാര്യം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ചോറിന്റെ എമൗണ്ട് മാത്രമേ നോക്കുള്ളൂ. അതിന്റെ സൈഡിലുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ചോറ് കുറച്ചേ ഉള്ളൂ, എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബാക്കി ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, യോഗേർട്ട് ഉണ്ട്, അതൊന്നും ആരും കാണുന്നില്ല. അതൊക്കെ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ വയറ് ഫില്ല് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ എല്ലാവരും വിചാരം ചോറ് മാത്രമാണ് വയറ് ഫില്ല് ചെയ്യുന്നതെന്നാണ്. അല്ല, ഇതൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലാവും. ചോറ് ആദ്യം തന്നെ കുറേ കഴിച്ചിട്ട് ബാക്കി സൈഡ് അങ്ങനെയല്ല. സൈഡിനനുസരിച്ച് കുറച്ച് ചോറ്, ബാക്കിയുള്ളത് കുറച്ച് പ്രോട്ടീനൊക്കെ കുറച്ച് കൂടുതൽ എടുത്താലാണ് നമുക്ക് വയറ് ഫില്ലാവും. നമുക്ക് വേണ്ട പ്രോട്ടീനും കിട്ടും, ന്യൂട്രീഷനും കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണ്, എനിക്ക് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഉച്ചയ്ക്ക് കഴിച്ചതായിരിക്കും. പിന്നെ ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു 6 മണി 6:30 ആവും. എനിക്ക് സുംബയുണ്ട്, അപ്പോൾ കുറച്ച് ടയേർഡാവും. അതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് ഇതേപോലെ ഒരു സ്നാക്ക് പോലെ കഴിച്ചിട്ട് പോയാൽ കുറച്ചൊരു എനർജറ്റിക് ആയിരിക്കും. ഇതും കഴിക്കും. അതിന് കൂടെ ഞാനൊരു ഇലക്ട്രോലൈറ്റ്സിന്റെ ഡ്രിങ്ക് ഉണ്ട്, അതും കഴിക്കും. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ ഇതൊന്ന് ആവട്ടെ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ബ്ലാക്ക് കോഫി കൂടെ കുടിക്കാറുണ്ടേ. ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ഷുഗർ ഓൾറെഡി കുറവാണ്. അപ്പോൾ ഷുഗർ ഒരുപാട് കുറയ്ക്കാൻ എനിക്ക് പറ്റില്ല. ഞാനിങ്ങനെ ഡയറ്റ് എടുത്ത് ഭയങ്കരമായിട്ട് ഷുഗർ കട്ട് ചെയ്ത് ഭയങ്കര എല്ലാം കുറച്ചപ്പോൾ എനിക്ക് ഷുഗർ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികം അങ്ങനത്തെ ആഡഡ് ഷുഗർസ് ഒന്നും കഴിക്കാറില്ല. ആകെ കഴിക്കാറുള്ളത് ഇതിൽ ജാഗ്രി ആഡ് ചെയ്യും. ബ്ലാക്ക് കോഫിയിൽ ഒരു ശകലം ആ ഒരു കയ്പ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല, അങ്ങനെ കയ്പ്പായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ കയ്പ്പൊന്ന് മാറാൻ വേണ്ടി ജാഗ്രി ആഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീവിയ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ബ്ലാക്ക് കോഫി കഴിക്കാറ്. ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത് ഭയങ്കര എനർജി ബൂസ്റ്റർ ആണ്. നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് ഒരു പ്രീ വർക്ക്ഔട്ട് ഡ്രിങ്ക് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ജാഗിരി ഇവിടെ കിട്ടുന്നത് ഇങ്ങനെയാണ്, നമ്മളെ ശർക്കര പൊടിയായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ശർക്കര പൊടിയായിട്ട് ഞാൻ കുറച്ചിടും. പിന്നെ നമ്മളെ കാപ്പിപ്പൊടി ഏവിഡ് ഓഫ് നിങ്ങൾ തലവെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ബ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് പോവാണ്, അതിന് ബായ് പറയാം. ബായ്. അപ്പൊ ഇത് രണ്ടും ആയിട്ടുണ്ട്. ഇവിടെ പേപ്പർ കപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കല്. വേറെ ഒന്നുമല്ല,
നല്ല മടിച്ചാണ്, കഴുകി വെക്കാൻ മടിയായതുകൊണ്ട് ഇത് ഇങ്ങനത്തെ കുറേ സാധനമുണ്ട്. എന്താ വെച്ചാൽ എന്നെ കെട്ടിയോനില്ലേ ഹസ്ബൻഡ് ഫുഡ് ഇതേപോലെ ഞാൻ ചായ ആക്കി കൊടുത്തവനെ പോകുമ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈസി ആവാൻ വേണ്ടിയിട്ട് അത് കൊണ്ട് പോകാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ കപ്പ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ എന്താക്കും, ഈ സെയിം കപ്പിന് ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ കഴുകി വെക്കണ്ടേ, ഇതാകുമ്പോൾ അവിടെ യൂസ് ആൻഡ് ത്രോ. നമ്മൾ കുറേ എളുപ്പപ്പണി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ പണ്ട് മുതലേ, അങ്ങനെ സെറ്റപ്പാക്കാം. അപ്പം അത് സെറ്റായി. ഇനി നമുക്കത് തേക്കാം. പീനട്ട് ബട്ടർ നമ്മൾ നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കാം. ഓക്കെ, വെക്കാം. ഷുഗർ ഫ്രീ പീനട്ട് ബട്ടർ ആണേ, അതാ നല്ലത്. കുറേ ഷുഗർ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ നിൽക്കണ്ട. ഷുഗർ നല്ലതല്ല നമുക്ക് ബോഡിക്ക്, പ്രത്യേകിച്ച് ആഡഡ് ഷുഗേഴ്സ്. നാച്ചുറൽ ഷുഗേഴ്സ് കഴിച്ചോ കുഴപ്പമില്ല. ലൈക്ക് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ഫ്രാക്ടോസ് പോലത്തെ, പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന ചോറിൽ നിന്നൊക്കെ നമുക്ക് ഷുഗർ കണ്ടന്റ് കിട്ടുന്നുണ്ട്. അത് മതി, നമ്മൾ പുറത്തുനിന്ന് കുറേ ഷുഗർ കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ബോഡിക്കുള്ളത് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം നിന്റെ ഷുഗർ എങ്ങനെയാണ് കുറഞ്ഞു പോയത്? നീയല്ലേ പറഞ്ഞിട്ട് ഷുഗർ കുറഞ്ഞു പോയത്? ഞാൻ ചോറ് നിർത്തി, കറി നിർത്തി, എല്ലാം നിർത്തി. എൻ്റെ ഒരു ഡയറ്റ് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഒരു ബോധമില്ലാത്ത സമയത്ത് കുറച്ച് പെട്ടെന്ന് മെലിയണം എന്നുള്ള ചിന്തയിൽ എല്ലാം പെട്ടെന്ന് നിർത്തി. ഷുഗർ നിർത്തി, കാർബ് കൺട്രോൾ ചെയ്തു, എന്നുവെച്ചാൽ അരിഭക്ഷണമൊക്കെ പാടെ നിർത്തി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അരിഭക്ഷണമൊക്കെ കഴിക്കാൻ ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം. എല്ലാം നിർത്തി. അങ്ങനെ ഞാൻ ഷുഗർ കുറയാന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയി എന്നല്ല, ഷുഗർ കുറഞ്ഞു. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു, ഷുഗർ ഡെയിലി ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ഷുഗർ കുറവാണ്, ഇങ്ങനെ ഡയറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊക്കെ ഷുഗർ കഴിച്ചോ എന്ന് പറഞ്ഞു. ചോക്ലേറ്റ് ഒക്കെ കഴിക്കാം. പക്ഷെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇപ്പോൾ കഴിക്കാറ്. മറ്റേ ചോക്ലേറ്റ് ഇപ്പോൾ കഴിക്കാതെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം. അപ്പം ഞാനിത് കഴിക്കാം. ആൻഡ് മൈ ബ്ലാക്ക് കോഫി. ഞാനൊരു ഇലക്ട്രോലൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ടാബ്ലറ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ ജിമ്മിൽ കൊണ്ടുപോകുന്ന വെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. അതാണ് ഞാൻ ജിമ്മിൽ കൊണ്ടുവന്ന വെള്ളം. ഇത് ഇട്ട് വെച്ചാൽ ഇങ്ങനെ മെൽറ്റായി പോകും. അപ്പോൾ ആ ഡ്രിങ്ക് കുടിച്ചാൽ മതി. അപ്പം തന്നെ നമുക്ക് നല്ല എനർജി കിട്ടും വർക്കൗട്ട് ചെയ്യാനും. ഇന്നിപ്പോൾ വർക്കൗട്ട് പ്ലസ് സുംബ ഉണ്ട് എനിക്ക്, അതുകൊണ്ട് കുറച്ച് മോർ എനർജി വേണം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സെറ്റപ്പ് ആക്കിയാൽ ഞാൻ പവറാവും. അപ്പം ഇതെന്തോന്നും ചോദിക്കരുത്, ഇത് നിലത്ത് വീണ് പൊട്ടിയപ്പോൾ എൻ്റെ വക ഞാൻ സെല്ലോ ടാപ്പ് എടുത്ത് ഒട്ടിച്ച് വെച്ചതാണ്. കാരണം ഇതിൽ ഫുള്ള് ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പം ടാബ്ലറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചാൽ എൻ്റെ കൈ നനഞ്ഞിട്ട് അതിനുണ്ടേ ഇത് പെട്ടെന്ന് കുതിർന്നു പോകും. അപ്പം ഞാൻ ഇതിൽ നിങ്ങളെ മുന്നേ തന്നെ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ ഞാൻ വെള്ളം ഓൾറെഡി നിറച്ച് വെച്ചിട്ടുണ്ട്. ടാബ്ലറ്റ് അപ്പം തന്നെ ഇട്ടില്ലെങ്കിൽ മെൽറ്റായി പോകും. ഇതാണ് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മെൽറ്റായി പോകും. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല മൊയന്തതിനോണ്ട് വെള്ളം മൊത്തം പറഞ്ഞ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ബാക്കി വീഡിയോസ് ആയിട്ട് വരാട്ടോ. ബൈ.